എന്തായാലും UDF ക്യാമ്പ് ഒരു ആവേശത്തിലാണ്. ആവേശത്തിൻ്റെ നിമിഷങ്ങൾ, ആവേശത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകൾ കാണാൻ കഴിയും. UDFിൻ്റെ കെട്ടുറപ്പ് താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരേക്കുറെ തിരിച്ചറിഞ്ഞതാണ്. കോൺഗ്രസും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് അവരുടെ നേതാക്കൾ അവരുടെ അണികളോട് പറഞ്ഞത്. കാരണം 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഒന്ന് കോട്ടയത്താണ്, അവിടെ വലിയ വിജയം നേടി. ഒന്ന് എറണാകുളത്താണ്, അവിടെ വലിയ വിജയം നേടി. പിന്നൊന്ന് പാലക്കാട്ടാണ്, അവിടെ വിജയം നേടി. 3ഉം കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന ജില്ലകളാണ്. പക്ഷേ മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കയ്യിലിരിക്കുന്ന ജില്ലയാണ്. ഇവിടെ വൻ ഭൂരിപക്ഷത്തിലേക്ക് ഒരു വിജയമല്ലാതെ വേറൊന്നുമില്ല, വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ലീഗിന്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തുമായി വളരെ കാലം മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറന്നു വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എങ്ങനെയാണോ പ്രവർത്തിക്കുക ആ അർത്ഥത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുതൽ PK കുഞ്ഞാലിക്കുട്ടി മുതൽ യുവജന നേതാക്കൾ മുതൽ താഴെത്തട്ടിലെ പ്രവർത്തകർ വരെ പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ അർത്ഥത്തിലുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് താഴെത്തട്ടിലെ പ്രവർത്തകരിലും ലഭിക്കാൻ കഴിയുന്ന. ഒരു ഘട്ടത്തിൽ പല ബൂത്തുകളിലേക്കും ഫണ്ട് വരെ പമ്പ് ചെയ്തുകൊണ്ട് നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് അവരുടേതായ ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ ഏറ്റെടുത്തതിൻ്റെതായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിലേക്ക് വരുമ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോഴും കോൺഗ്രസിന്റെ കൊടികൾക്കൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ കൊടികളും ഒരേ സമയം തന്നെ പറക്കുന്നുണ്ട്. PK ഫിറോസ് അല്ലെങ്കിൽ TP ജിഷാൻ പോലെയുള്ള മറ്റൊരു മുസ്ലിം ലീഗ് യൂത്ത് MSFന്റെ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായി വരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രകടനത്തിന്റെ ഭാഗമായി വരുന്നു. ആർത്തിൽ പ്രവർത്തകർ നമ്മൾ നോക്കിയാലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ ഒരുമിച്ച് ഇന്ന് ഇവിടെ കൊട്ടിക്കലാശം ആഘോഷമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. സാധ്യത ഒരു UDFിന്റെ ഒരു വലിയ ഐക്യത്തിന്റെ ഒരു സന്ദേശം കൂടി കാണാൻ കഴിയും. തീർച്ചയായും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പറഞ്ഞിരുന്നത് പണ്ട് ആര്യാടൻ മുഹമ്മദ് ഈ മുസ്ലിം ലീഗിനെ വിമർശിച്ചത് കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനായി മുസ്ലിം ലീഗ് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പരസ്യമായും രഹസ്യമായും നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പായല്ല മുസ്ലിം ലീഗ് കാണുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിന്റെ ഒരു ചുവടുവെപ്പാണ് ആയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും അനൈക്യം ഇവിടെ കഴിയില്ല എന്നുള്ളതാണ് അവർ തീർത്ത് പറയുന്നത്. അതുകൊണ്ട് UDFിന്റെ മുഴുവൻ സംവിധാനവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് എല്ലാ ദിവസമുണ്ട് എന്ന് മാത്രമല്ല ഈ യൂത്ത് ലീഗിന്റെയും MSFന്റെ PK നവാസും PK ഫിറോസും യൂത്ത് ലീഗിന്റെ നേതാക്കൾ അടക്കമുള്ള എല്ലാവരും ഓരോ ബൂത്തുകൾ കയറിയിറങ്ങുകയാണ്. അതിനുവേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നു. ഈ രീതിയിൽ ഒരു കേവലം ഉപതെരഞ്ഞെടുപ്പിനപ്പുറം അടുത്ത 5 വർഷത്തിന് ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നീട് 15 വർഷം ഭരണമില്ലാത്ത ഒരു മുന്നണിയായി UDF തുടരേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് പോയത്. അത് UDF ഒത്തൊരുമിച്ച് പോയി എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇനി ഏതാണ്ട് ഒരു 12 മിനിറ്റ് മാത്രമാണ് സമയമുള്ളത്. ആ സമയത്ത് ഈ കൃത്യമായ സന്ദേശം നൽകുകയാണ് രമ്യ ഹരിദാസ് ഉൾപ്പെടെ ഏറ്റവും അവസാന നിമിഷത്തിൽ UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. UDFിന്റെ യുവജന നേതാക്കളുടെ ഒരു വൈബ്രൻസി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ക്യാമ്പയിൻ ഉടനീളം ഒരു സ്ഥാനാർത്ഥി ആരാണ് സുഹൃത്താണെങ്കിലും സ്ഥാനാർത്ഥികളെക്കാൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി മാറിയെന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ചാണ്ടി ഉമ്മനെ കണ്ടു. ചാണ്ടി ഉമ്മനൊക്കെ 3000 വീടുകൾ കയറി ഇറങ്ങി പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞത്. അത്രത്തോളം ഒരു സ്ഥാനാർത്ഥി കയറുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് കിഴക്കര പഞ്ചായത്തിൽ കൃത്യമായി തന്നെ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് വോട്ടുറപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് പല പ്രവർത്തകരും ഞാൻ പുറത്തേക്ക് കണ്ടില്ലെങ്കിൽ പോലും പല നേതാക്കന്മാരും MLAമാരും കൃത്യമായി തന്നെ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ കയറി ഇറങ്ങിക്കൊണ്ട് കൃത്യമായ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നതെല്ലാം തന്നെ ഏറ്റവും അവസാനം ഈ കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും വലിയ